നമസ്കാരം. ഞാനൊരു ഒരു ഒരു കാര്യം ഒരു മുഖവുരയും കൂടാതെ പറയാം. ഭാരതത്തിലെ ഈ ഹിന്ദുസ്ഥാനത്തിലെ ക്രിസ്ത്യൻ സമൂഹം അവർ വളരെയധികം അവധാനതയോടു കൂടിയും സംയമനത്തോടു കൂടിയും ആണ് അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ സമീപിക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. എന്നാൽ ഈ ഒരു അവധാനത, സംയമനം ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് സ്വായത്തമല്ല എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ അവർ വളരെയധികം വലിയ പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോൾ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ലവലേശമില്ല എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഹൈന്ദവ ഫോബിയ ആണ് ഇവിടെ നടമാടുന്നത്. ആവശ്യമില്ലാതെ ഹൈന്ദവ ഹൃദയങ്ങളെ കയറി ചൊറിയുകയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ അഥവാ മുസ്ലിങ്ങൾ. വന്ദേ മാതരം ചൊല്ലില്ല, വിളക്ക് കൊളുത്തില്ല, ഇതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. അത് ഹൈന്ദവ ഫോബിയയാണത്. ഹിന്ദുക്കളെ അപഹസിക്കുക, അധിക്ഷേപിക്കുക, അവരെ മാനസികമായിട്ട് ഡിപ്രഷനിലാക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഹൈന്ദവ ഫോബിയ തന്നെയാണ്. ഹൈന്ദവ സമൂഹങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അത് ഭരണത്തിലിരിക്കുന്നവരല്ലേ എന്ന് വെറുതെ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരവുണ്ട്. ആരാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്? ആരാണ് ഭരിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. ഉത്തരം ഒന്നേ ഉള്ളൂ: മുസ്ലിം ലീഗ് അഥവാ ജിന്നാ ലീഗ് അഥവാ പാകിസ്ഥാൻ ലീഗ്. പാകിസ്ഥാൻ ലീഗ്, പാകിസ്ഥാൻ്റെ കൊടി, പാർട്ടിക്ക് മുസ്ലിം എന്ന അഭിധ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലപ്പുറം എന്തു വേണം? പിന്നെ തൊപ്പി വയ്ക്കലും അതിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് കയറി വരും. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ, അന്നത് ചെയ്തു എന്ന് മാത്രം. ഏതായാലും ഇത്രയൊക്കെ ആയിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായർ അവർകളെയും ഏറ്റവും സഭ്യമല്ലാത്ത ഭാഷയിൽ അവരെ അധിക്ഷേപിച്ചപ്പോഴും കേരളത്തിലെ ഹൈന്ദവർ ഞെട്ടിത്തെറിച്ചില്ല. കാരണം അവർക്ക് മുൻപ് പറഞ്ഞ അവധാനതയും സംയമനവും സഹിഷ്ണുതയും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അറിയുന്നവരാണ്. പക്ഷെ ആ ഒരവസ്ഥ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇല്ല കേട്ടോ. ആ ഒരവസ്ഥ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇല്ല കേട്ടോ. ഒരു കാലഘട്ടത്തിൽ അവർ നിസ്സംഗതയോടുകൂടി പലതും നോക്കിക്കണ്ടു നിന്നിട്ടുണ്ട്. ഗുജറാത്ത് സംഭവവും അതുപോലെ കാശ്മീരിലെ പണ്ഡിറ്റുകളെ കൊല്ലാക്കൊല ചെയ്തതൊക്കെ അവർ കണ്ടു നിന്നിട്ടുണ്ട്. ഇനി അത് കഴിയുമോ? നിങ്ങൾ തന്നെ പറയുക. ഇനി അത് കഴിയുമോ? ഇന്ത്യയിൽ കഴിയുമോ? ഹിന്ദു മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് സാരം. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഹിന്ദുത്വവാദം പടരുകയാണ്. ഇന്ത്യ മുഴുവൻ, ഹിന്ദുസ്ഥാനം മുഴുവൻ. ഏതായാലും ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മനസാ വചസാ കർമ്മണ, മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും പിന്നീട് ശക്തമായിട്ട് കർമ്മം കൊണ്ടും പ്രതികരിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള, അവരുടെ മദ്രസകൾക്ക് നേരെയുള്ള ഈ അടച്ചുപൂട്ട് വലിയ രൂപത്തിലിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇപ്പോൾ. ബംഗാളിൽ കാണുന്നുണ്ട്. ആവശ്യമില്ലാതെ മുൻപ് പറയുന്ന വന്ദേ മാതരത്തെ കയറി ചൊറിഞ്ഞ പോലെ, നിലവിളക്ക് കൊളുത്തുന്നതിനെ കയറി ചൊറിഞ്ഞ പോലെ അവിടെ ബാബറി മസ്ജിദ് പടുത്തുയർത്താൻ ശ്രമിച്ചു. അത് വലിയൊരു ചൊറി.
ഇനിയിപ്പോൾ അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ, ഹിന്ദുസ്ഥാനത്തിലെ മുസ്ലിം സമുദായത്തെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബംഗാൾ. അനങ്ങാൻ കഴിയാത്ത സാഹചര്യം. അതുപോലെയാണ് പൂട്ടിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഭാരതത്തിലെ മുസ്ലിം സമൂഹത്തോട് സഹതിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളാണ്, വരുത്തിവെക്കുന്ന വിനകളാണ്. ആയതുകൊണ്ട് തന്നെ ആരോ പറഞ്ഞ പോലെ തീവണ്ടി വന്ന് ഇടിച്ചു, ചത്തു, അതിന് നമുക്ക് സങ്കടപ്പെടാം, അയ്യോ പാവെന്ന് പറയാം. തീവണ്ടി പാളത്തിൽ തലവെച്ചിട്ട് കിടന്നുറങ്ങിയാലോ? അതാണിപ്പോൾ ഭാരതത്തിലെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർ തകരും, തലമണ്ട പൊട്ടിത്തെറിക്കും. അതാണ് വരുത്തിവെച്ച വിനയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ബലിപെരുന്നാളിന് ബലിപെരുന്നാൾ ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിനെതിരെ നടന്നത് അത് രേഖപ്പെടുത്തിയതാണ് കേട്ടോ. രേഖപ്പെടുത്താത്ത സംഭവങ്ങൾ വേറെ. 46 അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് അത്രേ. അതിൽ പലർക്കും കയ്യും കാലും ഒടിഞ്ഞു, അംഗഭംഗങ്ങൾ വന്നു, ജീവിതം മുഴുവൻ ചത്തതിനൊക്കുമെന്ന രീതിയിൽ ജീവിക്കേണ്ട ഗതികേട് വന്നു. 3 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ബലിപെരുന്നാൾ ആഘോഷവേളയിലാണ് ഇത് സംഭവിച്ചത്. ഇന്ത്യയിലുടനീളം മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു, പീഡന ശ്രമങ്ങൾ നടന്നു. കൂട്ടത്തിൽ കാര്യം പറയട്ടെ, പള്ളിക്ക് അകത്ത് കയറിയിട്ട് എവിടെയും തല്ലിയിട്ടില്ല കേട്ടോ. പള്ളിക്ക് പുറത്തു വന്ന് പ്രകടനങ്ങൾ, അതാണ് പ്രശ്നങ്ങൾ. അപ്പം ചോദിക്കും, ഇവിടെ ഹിന്ദുക്കൾ അവരുടെ രഥഘോഷയാത്രയും മറ്റ് ഉത്സവ ആഘോഷ സംബന്ധിയായിട്ടുള്ള ഘോഷയാത്രകളെയും നടത്തുന്നില്ലേ എന്ന്. ആ ചോദ്യത്തിൻ്റെ പേരാണ് ചൊറിയൽ. ആ ചോദ്യം എങ്ങനെ വരുന്നു? സംയമനമില്ലാത്തതുകൊണ്ട്, അവധാനതയില്ലാത്തതുകൊണ്ട്, അടക്കമില്ലാത്തതുകൊണ്ട്. ഇവിടെയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ബുദ്ധി, മിടുക്ക്, അന്തസ്സ് എന്ന് പറയാം. ഇന്നിപ്പോൾ അവിടെ അവർ പരിപൂർണമായിട്ടും കൺവെർഷൻ, വ്യവസ്ഥാപിതമല്ലാത്ത കൺവെർഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ആരെങ്കിലും ചെന്ന് എനിക്ക് കൺവെർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പറയും സർക്കാർ ഓഫീസിൽ പോകൂ, അവിടുത്തെ കാര്യക്രമങ്ങൾ തികയ്ക്കൂ, എന്നിട്ട് മതം മാറിക്കൊള്ളൂ. അവർക്ക് അവധാനതയുണ്ട്. അതേ സമയത്ത് ജുമാ നമസ്കാരാദി കാര്യങ്ങൾ വരുമ്പോൾ റോഡിനകത്തിരുന്ന് പരിപാടി ഒപ്പിക്കുക. പിന്നെ വാങ്കുവിളി, അതെവിടെ നിന്നോ കേൾക്കുന്നൊരു വാങ്കുവിളിയാണെങ്കിൽ ഓക്കെ, സന്തോഷം. വാങ്കുവിളി എന്ന് മാത്രമല്ല, അമ്പലത്തിലെ കൊലവിളിയും എല്ലാം ഒരുപോലെ തന്നെ. അത് മനുഷ്യൻ്റെ സ്വകാര്യതയെ ബാധിക്കും. ഒരു നാട്ടിൽ 10 പള്ളി ഉണ്ടെങ്കിലോ? ഞാനൊക്കെ അഹമ്മദാബാദിലേക്ക് പോയ സമയത്ത് അനുഭവിച്ചതാ. അപ്പം അത്തരം കാര്യങ്ങൾക്ക് നേരെയാണ് ഇവിടുത്തെ സർക്കാരുകളടക്കം പ്രതികരിക്കുന്നത്. മെയ് 11-നും മെയ് 29-നും ഇടയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന 46 ആക്രമണങ്ങൾ, അതിൽ ഭീഷണിപ്പെടുത്തലുകളുണ്ട്, വിദ്വേഷ പ്രസംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇക്കാര്യം വെളിച്ചത്ത് വിട്ടത് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആണ്. അവർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണിത് പറയുന്നത്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. പെരുന്നാൾ സമയത്ത് വിദ്വേഷ ആക്രമണങ്ങളിൽ വലിയ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. പാഠം പഠിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം. ആയതുകൊണ്ട് തന്നെ ഈ വർധനവ്
കുറയാനുള്ള സാധ്യതയില്ല. APCR റിപ്പോർട്ട് അനുസരിച്ച്, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അതാണ് APCR റിപ്പോർട്ട് പ്രകാരം രേഖപ്പെടുത്തുന്ന 46 സംഭവങ്ങളിൽ 36 എണ്ണവും നേരിട്ട് ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. മൃഗബലി, കന്നുകാലിക്കടത്ത്, പള്ളിക്ക് പുറത്തുള്ള പെരുന്നാൾ നമസ്കാരം എന്നിവയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുസ്ലിങ്ങൾ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നത്. ഇത് തന്നെയാണ് പറഞ്ഞത് സ്വയം കൃതാനർത്ഥം എന്ന് പറഞ്ഞത്. നമ്മളിവിടെ ദുബായിൽ പോയിട്ട് ആരെങ്കിലും പരസ്യമായിട്ടുള്ള റോട്ടിൽ ഗണപതി ഭഗവാന്റെ ബൊമ്മയെല്ലാം വെച്ച് പൂജ നടത്തുമോ? അവിടെ അമ്പലങ്ങളുണ്ട്, അതിനകത്ത് ചെയ്യാം. പുറത്താണെങ്കിലോ? ഞാനവിടെയുണ്ട്, ഞാൻ പോയിട്ട് പോലീസിൽ പറയും, അത് പോയിട്ട് അടിച്ചു തകർക്കാൻ പറയും ഞാൻ. മര്യാദകളുണ്ടല്ലോ. സ്വാമി ചിന്മയാനന്ദൻ ഒരിക്കൽ ഇത്തരം സംഭവങ്ങൾ, അത് ബാബറി മസ്ജിദിൻ്റെ തകർക്കലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ദുബായിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. അദ്ദേഹം പറഞ്ഞു, അത് അവിടെ നടന്ന കാര്യമല്ലേ, ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഹിന്ദുക്കൾക്കെതിരെ മുന്നോട്ട് പോകാൻ ഞാനായിരിക്കും ഇവിടുത്തെ പോലീസിനെ ഉപദേശിക്കുക എന്ന്. ആയതുകൊണ്ട് തന്നെ റോമിൽ പോകുമ്പോൾ റോമക്കാരനായിട്ട് ജീവിക്കണമെന്നൊരു മര്യാദയുണ്ട്. അതിനാണ് അടക്കം സംയമനം എന്ന് പറയുക. അതറിയാത്തവരായിട്ട് മാറിയിരിക്കുകയാണ് മുസ്ലിം സമുദായം ഭാരതത്തിൽ. എന്തായാലും പെരുന്നാൾ വേളയിൽ മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ ഭയപ്പെടുത്തലിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഈ സംഭവങ്ങളുടെ രീതി വ്യക്തമാക്കുന്നത് എന്ന് APCR പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കരുത്, ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ജലപാനങ്ങൾ കഴിക്കരുത്, ഹിന്ദുക്കൾ ഓണം ആചാരമായിട്ടാണ് കൊണ്ടാടുന്നത്, ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് വേണം അവരെ സമീപിക്കാനെന്ന്. നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് അവരുടെ ആഹാരം വെക്കലൊക്കെ വളരെ മോശമാണ്. ഞാൻ അങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറയും, അയ്യോ ഞാനിപ്പോൾ തന്നെ ആഹാരം കഴിച്ചേ ഉള്ളൂ കേട്ടോ. അതാണ് ഡിപ്ലോമസി. ഈ ഡിപ്ലോമസി കേരളം മുഴുവൻ ആചരിക്കണമെന്നാണ് ഒരു തെമ്മാടിച്ചക്കൻ ദുബായിലിരുന്നു കൊണ്ട് ഒരു ഹംസറുൽ ഫക്ക് അവൻ പറഞ്ഞത്. ഇനി ഇത്തവണ അവൻ പറയില്ല. കാരണം എന്താണ്? വളരെ വലിയ രൂപത്തിൽ ഭയം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളിവിടുത്തെ ഓണം ആഘോഷിക്കുമ്പോൾ, വിഷു ആഘോഷിക്കുമ്പോൾ, ശിവരാത്രി ആഘോഷിക്കുമ്പോൾ വേണ്ടെന്നേ പങ്കെടുക്കണ്ട, പക്ഷേ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് ചെള്ളയ്ക്ക് അടി കിട്ടാഞ്ഞിട്ടല്ലേ, പിൻകഴുത്തിൽ അടി കിട്ടാഞ്ഞിട്ടല്ലേ? അത് വെറും ചൊറിയലും മാന്തലുമല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അതിനെതിരെയായിട്ടാണ് പെരുന്നാൾ വേളയിൽ തന്നെ മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനായിട്ട് വ്യവസ്ഥാപിതമായ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് ഭയപ്പെടുത്തലിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. കുറ്റം പറയാൻ പറ്റുമോ ഇവിടുത്തെ ഹിന്ദുക്കൾ ഭരിക്കുന്ന സർക്കാരിനെ? ഇപ്പം കേന്ദ്ര സർക്കാരുണ്ട്, അതിനകത്തൊരു മുസ്ലിം പോലുമില്ല, BJPയുടെ വകയായിട്ട് ഒരു മന്ത്രിയുമില്ല. അതൊക്കെ ആരാണ് വരുത്തി വെച്ചത്? ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളല്ല, ന്യൂനപക്ഷത്തിൻ്റെ അവർക്ക് വിധിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ലേ. അവരായിട്ടാണ് അവർക്ക് കിട്ടുന്ന ഭാഗധേയം അവരായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മെയ് 11 ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ എപ്പോഴും അറേബ്യൻ കൺട്രീസിനെ കയറി അടിക്കുന്നത്, ഇറാനാകട്ടെ മറ്റുള്ള അറേബ്യൻ കൺട്രീസ് ആകട്ടെ കയറി അടിക്കുന്നത് റംസാൻ കാലഘട്ടത്തിൽ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ഈ സമയത്താണ്. മനഃപൂർവ്വമാണത്. മെയ് 11 ബലി പെരുന്നാളിന് മുന്നോടിയായിട്ട് ഹൈദരാബാദിൽ കന്നുകാലികളെ കടത്തുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബജറംഗ് ദൾ പ്രവർത്തകർ വാഹനങ്ങളെ തടഞ്ഞു. അതോടെ അവിടെ അടി തുടങ്ങി. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങളാലായിട്ട് അവിടെയും തല്ല് തുടങ്ങി.
ഇത് മെയ് 29 വരെ നീണ്ടു നിന്നു. മെയ് 29 മീററ്റിലെ ഒരു ഹിന്ദു യുവാവ് സ്വന്തം വീടിന് മുമ്പിൽ ഇറച്ചി കൊണ്ടുപോയിട്ട ശേഷം വർഗീയത സൃഷ്ടിക്കാൻ വ്യാജ പരാതി നൽകിയ സംഭവവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയും ഒന്നും കൂടിയുണ്ട്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഏതെങ്കിലും മുസ്ലിം തീവ്രവാദിയായിട്ടുള്ള ഏതെങ്കിലും മുസ്ലിം ഇറച്ചി കൊണ്ടിട്ടിട്ട് പറയും അത് സ്വാമി എന്നെ കൊണ്ടിട്ടുള്ളതെന്ന്. എന്നെ ക്രിസ്ത്യാനികളുമായിട്ട് ഇത്തരം സംഭവങ്ങൾ കൂട്ടിക്കൊടത്തി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? പെരുന്നാൾ ദിനങ്ങളായിട്ടുള്ള മെയ് 25 മുതൽ 29 വരെയുള്ള 5 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 22 ആക്രമണങ്ങളാണ് ഈ ഭാരതത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. ഈ കാലയളവിൽ 3 മുസ്ലിങ്ങൾക്ക് ജീവനും നഷ്ടപ്പെട്ടു. ഇത് ഈ APCR സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ പശുവിനെ അറുത്തു. അതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തൊരു മുസ്ലിം യുവാവ് ക്രൂരമായിട്ടുള്ള കസ്റ്റഡി മരണത്തെ തുടർന്ന് കാലം ചെയ്തു, ചത്തു. ആസാമിൽ കന്നുകാലി മോഷണം ആരോപിച്ച് അങ്ങനെയല്ലേ പത്രക്കാർക്ക് എഴുതാൻ പറ്റുള്ളൂ. ആസാമിലെ കന്നുകാലി മോഷണത്തിൻ്റെ പേരിൽ 2 മുസ്ലിം യുവാക്കളെ ജനക്കൂട്ടം പട്ടിയെ തല്ലിക്കൊല്ലുന്നവരെ തല്ലിക്കൊന്നു. കന്നുകാലി കടത്തുകാരോട് സീറോ ടോളറൻസ് പറഞ്ഞാൽ സഹിഷ്ണുത, സീറോ ടോളറൻസ് പറഞ്ഞാൽ ഒട്ടും സഹിഷ്ണുതയില്ലായ്മ, ആ നയമായിരിക്കും സ്വീകരിക്കുക എന്ന് ആസാം മുഖ്യമന്ത്രി പരസ്യമായിട്ട് ആവർത്തിച്ചു. അതിൻ്റെ പിന്നാലെയാണ് ഈ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഭൂരിഭാഗം സംഭവങ്ങളിലും ഗോരക്ഷ ഒരു പ്രധാന കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഹരിയാനയിൽ കന്നുകാലി കടത്ത് ആരോപിച്ചുകൊണ്ട് മുസ്ലിം യുവാക്കളെ ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചിട്ടുണ്ട്. ഗോമൂത്രം കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. കേക്കും കൊടുത്തു തിന്നാൻ, ചാണക കേക്ക്. എന്തായാലും മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികളും ഹിന്ദുത്വ സംഘടനകളും പ്രധാന പങ്കുവഹിച്ചതായിട്ടാണ് APCR പറയുന്നത്. BJP, ബജ്രംഗ് ദള്, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളിലെ പ്രവർത്തകർ മൃഗബലിക്കും പെരുന്നാൾ നമസ്കാരത്തിനുമെതിരെയുള്ള പ്രചാരണങ്ങളിൽ പങ്കാളികളായതായി റിപ്പോർട്ടിൽ പേരെടുത്ത് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളും പ്രാദേശിക പ്രതിനിധികളും ബലിമൃഗങ്ങളെ സൂക്ഷിക്കുന്നതിനെ പരസ്യമായിട്ട് ബലിക്കായിട്ട് മൃഗങ്ങളെ സൂക്ഷിക്കുന്നതിനെ പരസ്യമായിട്ട് എതിർത്തിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ അധികാരികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലെ മൃഗബലി, കന്നുകാലികളെ കൊണ്ടുവരുന്നത്, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത്, റോഡിനകത്ത് നടന്നുള്ള നിസ്കാരം എന്നിവ നിയന്ത്രിച്ചുകൊണ്ട് നിരവധി സംസ്ഥാന ഭരണകൂടങ്ങൾ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം നടപടികളും രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ചിത്രീകരിക്കാൻ കാരണമായി തുടങ്ങിയിട്ടുണ്ട്. സ്വയം കൃതാനർത്ഥം, ഇതാണ് പറയുന്നത്. അവനവൻ കൃതമാക്കിയിട്ടുള്ള ചെയ്യുന്നതിൻ്റെ അനർത്ഥങ്ങളാണ് അനുഭവിക്കുന്നത്. താജ്മഹലിൽ നടത്തിയ പെരുന്നാൾ നമസ്കാരത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം. താജ്മഹൽ ഇപ്പോഴൊരു മുസ്ലിം പ്രസ്ഥാനമല്ല, അതൊരു അഖില ലോക ഒരു മോണ്യുമെൻ്റാണത്. താജ്മഹലിലെ പെരുന്നാൾ നമസ്കാരത്തിനെതിരെയുള്ള പ്രതിഷേധം മറ്റ് പൊതുസ്ഥലങ്ങൾ ഉത്തരാഖണ്ഡിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ മദ്രസകളടക്കം ബാൻ ചെയ്തിരിക്കുകയാണ്. പള്ളിക്ക് പുറത്തുള്ള നിസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ബോംബെക്കടുത്തുള്ള കല്യാണിൽ മുസ്ലിങ്ങൾ പെരുന്നാൾ നമസ്കാരം അതിനിടെ കുറേ ആൾക്കാർ വന്ന് ഹനുമാൻ ചാലിസ ആലപിച്ച സംഭവം ഉണ്ടായി. ഇത് പെരുന്നാൾ നമസ്കാരം റോഡിനകത്ത് നടത്തുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അത് നടത്താതിരുന്നുകൂടെ? ഏതായാലും
ബലിപെരുന്നാൾ ആഘോഷങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ ആസൂത്രിത നീക്കങ്ങൾ പല സംസ്ഥാനങ്ങളിലും വർഗീയ ധ്രുവീകരണത്തിനുള്ള പ്രധാന കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഭാരതത്തിൽ ഹിന്ദുസ്ഥാനത്തിൽ 84% ഹിന്ദുക്കൾ പാർക്കുന്നിടത്ത് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളല്ലേ സ്വയം അടക്കം വെക്കേണ്ടത്? അതല്ലേ ബുദ്ധി? ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. തമ്പനയിൽ നോക്കിയിട്ട് പറയും ഇവൻ കള്ളനാണെന്ന്. ബാക്കി വായിക്കാൻ അറിയില്ല, കേൾക്കാൻ അറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല പിള്ളേർക്ക്. വ്യവസ്ഥാപിതമായിട്ടുള്ള ഗ്രൂപ്പുകളെയും രാഷ്ട്രീയക്കാരുടെ പ്രാദേശിക അധികാരികളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെ സാധാരണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാരിൽ വന്നിട്ട് പറയാം സാറേ സാമ്പാറേ മനസ്സിൽ വരുന്നത്. സാറേ തന്നെ തല്ലി ഇവിടെ തല്ലി പുറത്ത് കണ്ടു അവിടെ തല്ലി ഇവിടെ തല്ലി. അതെയോ? ഉടനെ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ അവിടെ ഉള്ളൊരു ഡെപ്പി എടുത്തു കൊടുക്കും. മോനെ ഇത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് തേച്ച് കുളിച്ചോ പറയും. ഇവരുടെ മേലെ, മതങ്ങളുടെ മേലെ ഉണ്ടാകുന്ന, മത ആചാരങ്ങൾക്ക് മേലെ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ സാധാരണവൽക്കരിക്കുകയാണ്. ഇതൊക്കെയും പതിവാടാ മോനെ, നീ മുസ്ലിം അല്ലേ ആരെ തല്ലി ഹിന്ദുക്കൾ, അതൊക്കെയും പതിവാടാ, ഒന്ന് തേച്ച് കുളിച്ചാൽ മതി കേട്ടാ എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. മറ്റൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാം. പശു മാതാവാണെന്ന് പറഞ്ഞു. അതിനെ കളിയാക്കുന്നത് കാള അച്ഛനാണോ എന്ന് ചോദിച്ച രാഷ്ട്രീയ നേതാവ് വരെയുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോവുക, നിങ്ങൾ ഗുജറാത്തിൽ പോവുക, ഹരിയാനയിൽ പോവുക, പഞ്ചാബിൽ പോവുക, അതല്ലെങ്കിൽ നിങ്ങൾ രാജസ്ഥാനിൽ പോവുക. അവിടെ അവരുടെ വീടിനകത്തുള്ള തൊഴുത്ത് വീടിൻ്റെ പുറത്തല്ല, വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയുള്ള ആൾക്കാർക്ക് അന്ന് വ്യവസായങ്ങളില്ല, അന്ന് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊന്നുമില്ല. എല്ലാം പശുവിനെ വളർത്തുന്നു. അവർ ഒരു വീട്ടിനകത്ത് 50 പശുക്കളുണ്ടെങ്കിൽ അവർ പണക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ പശു മേയിച്ച് നടന്നിരുന്നവൻ മാട്ടിടയനാണ്. പശുവിനെ മേയാൻ വിട്ട് അപ്പുറത്ത് നിന്ന് ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് പശുക്കൾക്ക് സന്തോഷം. അദ്ദേഹത്തിന് വളർത്തച്ഛൻ നന്ദഗോപർക്ക് പേരതല്ല, ഗോക്കളെ നന്ദിപ്പിക്കുന്നവൻ നന്ദഗോപർ. 50,000 പശുക്കളുണ്ടെങ്കിൽ അയാളുടെ പേര് നന്ദഗോപർ. ഇന്ന് ലക്ഷപ്രഭു കോടീശ്വരൻ എന്ന് പറയുന്ന പോലെ. ആ പശുക്കളെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ ഗുജറാത്തിൽ, ഉത്തരേന്ത്യയിലുള്ള സമയത്ത്. ആ പശുക്കളെ മേയാൻ വിടും, കാട്ടിലേക്ക് മേയാൻ വിടും. സമയമാകുമ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ സ്ത്രീ വന്ന് കല്യാണി എന്ന് നീട്ടി വിളിക്കും. ഓ എന്ന് പറയും. അപ്പോൾ കല്യാണിയും കല്യാണിയുടെ കൂട്ടുകാരും 50 പശുക്കൾ മാത്രം വരും. അവർക്കറിയാം ഞങ്ങളുടെ വീട്ടുകാരിയാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ അമ്മയാണ് വിളിക്കുന്നത്. അവർ വരുന്ന സമയത്ത് അവർ വരുന്ന കൊമ്പ് കുലുക്കിയിട്ടൊക്കെ വരിക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മളെ ഒരു ചവിട്ടിക്കൂട്ടും. ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വന്നു, ഇതെല്ലാം കഴിക്കുന്നു, പുല്ല് തിന്നുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം കാലത്ത് ആഹാരവും കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നു. അത് വീട്ടിലെ അംഗങ്ങളാണ്, ആ പശുക്കളാണ്. ആ പശുക്കൾക്ക് വേണ്ടി പശുക്കളെ അവർ പറഞ്ഞു വിട്ടിട്ട്, മാടുകളെ പറഞ്ഞു വിട്ടിട്ട് അവർ പുല്ല് വെട്ടാൻ പോകുന്നു. 12 മണി 1 മണിയാകുമ്പോഴേക്കും പുല്ല് വെട്ടി തിരിച്ചു വരുന്നു. അവിടെയുള്ള സ്ത്രീകൾക്ക് പട്ടാള ക്യാമ്പിൽ പോലും പുല്ല് വെട്ടാൻ കയറുമ്പോൾ നിങ്ങൾ ചോദിക്കില്ല ആരും. അവിടെ പുല്ല് വെട്ടി തിരിച്ചു വന്ന് ആ പുല്ലൊക്കെ അവിടെ വെച്ച് അന്നത്തെ ആഹാരം തയ്യാറാക്കി, പശുക്കളുടെ ആഹാരവും തയ്യാറാക്കിയിട്ട്, അതാണ് അവരുടെ ദിനചര്യ. ആ പശുക്കളെയാണ് അവർ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ഗോക്കളാണ്, ഞങ്ങളെ വളർത്തുന്നത് ഗോക്കളാണ്, ആയതുകൊണ്ട് ഗോക്കൾ ഞങ്ങളുടെ മാതാവാണ് എന്ന് പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിലത് നമുക്കറിയില്ല. കേരളം പശുക്കളെ വളർത്തിയിട്ടൊന്നുമല്ല ആൾക്കാർ ജീവിച്ചത്. അവിടെ നെൽകൃഷിയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, തെങ്ങ് കൃഷി, വാഴക്കൃഷിയൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും അതുകൊണ്ടാണ് വളരെ ഓസ്പിഷ്യസ് ചടങ്ങിൽ തെങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കും. തെങ്ങിൻ്റെ ഓല, കുരുത്തോല കൊണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂക്കല, നിലവിളക്ക്, തെങ്ങിൻ്റെ പൂക്കല, തെങ്ങിനെ ആരാധിക്കുകയാണ്. എന്തായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം പിള്ളേർ കളിയാക്കുന്നു, അധിക്ഷേപിക്കുന്നു, അപഹസിക്കുന്നു.
ഹൈന്ദവ പാരമ്പര്യത്തിൽ സന്യാസമെടുത്തവരെ അവർക്കിഷ്ടമുള്ള പേരിട്ട് വിളിക്കുന്നു, അവരപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അവർ ഇന്ത്യൻ സമൂഹത്തിൽ, ഹിന്ദുസ്ഥാനത്തിൽ, ഭാരതത്തിൽ അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അതിൻ്റെ അങ്ങേയറ്റം വരുന്ന സമയത്ത് അയ്യോ 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 എന്ന് പറഞ്ഞ് മാർത്തടിച്ച് നിലവിളിക്കുമ്പോൾ ചിരിക്കാനേ കഴിയുള്ളൂ കേട്ടോ. കാരണം അതൊക്കെ സ്വയം കൃതാനർത്ഥമാണ്. അവരവർ ചെയ്തു വയ്ക്കുന്ന സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളെ കൊണ്ടുവരുന്ന സങ്കടങ്ങൾ അത് അവരവർ തന്നെ സഹിക്കുക. മറ്റുള്ളവർക്ക് സഹിക്കേണ്ട അവരാരും സാന്ത്വനത്തിനായിട്ട് വരില്ല കേട്ടോ. ഓർത്താൽ നല്ലത്. നമസ്കാരം.